ഞാനൊരു 2021 എനിക്ക് മനസ്സിലായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഈവൻ എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ കുറച്ചും കൂടെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകും, അല്ലെങ്കിൽ ഒരു ധൈര്യം വരും എന്നുള്ള സംഗതി എൻ്റെ മനസ്സിൽ വന്നു. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് എൻ്റെ പേടികളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് പേടിയുള്ള ഒരാളാണ്. ഒരുപാട് പേടി എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സാധാരണ ആൾക്കാർക്കുള്ള പോലെ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡിനുള്ളിലോട്ട് പെട്ടെന്ന് നമ്മൾ പോയി എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാലോ, ഈ സ്റ്റേജ് ഫിയർ അങ്ങനത്തെ സംഗതികളൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒന്നും അറിയത്തില്ല, നിങ്ങൾ പോയി ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ എനിക്ക് ലിറിക്സ് ഞാൻ ഓർത്തിരിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് പാനിക് ആകും എന്നല്ലാതെ എനിക്ക് അറിയാവുന്ന ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനോ എനിക്ക് പേടിയില്ല. എനിക്ക് ഒട്ടും പേടിയില്ല, ഞാൻ പോകും. ഇപ്പൊ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പേടിയില്ല. ഒരാളുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാൻ എനിക്ക് പേടിയില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് പറയാൻ എനിക്ക് പേടിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെങ്കിലും എനിക്കിന്നും അറിയാത്ത പേടിയുള്ള ഒരുപാട് കാര്യങ്ങൾ, പെട്ടെന്ന് എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരു ബിഹേവിയറിനെ കുറിച്ച്, ഒരു സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബിഹേവിയറിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള ഒരാൾ പെട്ടെന്ന് എൻ്റെ പേടി കേട്ട് അവർ വണ്ടറടിക്കും, നിനക്കിത് പേടിയാണോ, അങ്ങനെ തോന്നും. അതിലൊന്നാമത്തെ കാര്യമാണ് എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്. വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ എനിക്കത് അത്ര നോർമലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്, ഹോസ്പിറ്റലിൽ എനിക്ക് പേടിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ ഞാൻ പോകത്തില്ല. എന്നെ വലിച്ചരച്ച് കൊണ്ടുപോയാൽ പോലും ഞാനത് ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാണ്. അതുപോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം, ഞാൻ ലൈസൻസ് എടുത്തു 2021 or 2023, പക്ഷേ ഞാൻ ഇന്ന് വരെ വണ്ടി റെഗുലർ ആയിട്ട് ഓടിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഭയങ്കര പ്രധാനമാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് ഭയങ്കര പേടിയാണ്. ഞാൻ അത് ഓർത്ത് ഓവർ തിങ്ക് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനത്തെ കുറെ പേടികൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള പേടികളല്ലേ എന്ന്. പക്ഷെ പേടിയില്ലാത്ത സംഗതിയെ വെച്ചിട്ട് ആൾക്കാർ, അതായത് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പേടിയില്ലല്ലോ, അപ്പൊ അതിനെ വെച്ചിട്ട് കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് ഓക്കെ അതെനിക്ക് പേടിയില്ല, എനിക്ക് ഇത് പേടിയുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പേടികളൊക്കെ ലൈഫിൽ നിർബന്ധമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സമാധാനിക്കാം. പക്ഷെ എൻ്റെ കേസിൽ എനിക്കത് നടക്കൂല. കാരണം എൻ്റെ പേടി എന്ന് പറയുന്നത് എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന പോലത്തെ പേടികളാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കൊണ്ട് ആ ഒരു റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, ബിക്കോസ് ഞാനൊരു ഇഞ്ചക്ഷൻ ഫോബിയ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അത് പറ്റില്ല. അപ്പൊ ഞാൻ മൈൻഡ് പ്രിപ്പയർ ചെയ്തു. പണ്ട് എപ്പോഴോ ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എനിക്ക് ഈ കൈയിന്റെ തുമ്പത്ത് മാത്രം കുത്തിയിട്ട് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എനിക്ക് എ പോസിറ്റീവ് ആണ്. ഞാനെന്നറിയാം, അന്ന് എനിക്കറിയാം നമ്മുടെ അവിടുത്തെ അംഗൻവാടിയിൽ നിന്നാണ് കൊണ്ടുപോയി കുറച്ച് പേരെ നമ്മുടെ PHC കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അന്ന് ഞാൻ അവിടെ ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കിയ ഒരാളാണ് ഈ ഒരു കുത്തിന് വേണ്ടിയിട്ട്. സോ എൻ്റെ മൈൻഡിൽ അതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന രീതി. ഞാൻ അതിനെ മൈൻഡ് പ്രിപ്പയർ ചെയ്തു, ഒരാഴ്ച ടൈം എടുത്ത് നെക്സ്റ്റ് വീക്ക് ഞാൻ പോകുവാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വൈക്കത്താണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. അപ്പൊ അവിടെ എൻ്റെ മാമന്റെ വീട്ടിൽ, അവിടെ ചെമ്മനാഗിരി എന്ന് പറയും, അവിടെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ, ഒരു ഫേമസ് ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാനും എൻ്റെ അനീതിയും ഉണ്ട്. അവൾക്ക് ആക്ച്വലി ഭയങ്കര, അതായത് എൻ്റെ കസിൻ സിസ്റ്റർ, അവൾക്ക് ആക്ച്വലി ഭയങ്കര പേടി, അവളെ തല ഇറങ്ങി വീഴാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവളെ മോട്ടിവേറ്റ് ചെയ്യുവാണ്, സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ പ്രിപ്പയർഡ് ആണല്ലോ. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേടിയിൽ ഞാൻ ഓവർകം ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മൈൻഡ്ലി ഭയങ്കര കേപ്പബിൾ ആയിട്ട് വലിയൊരു ഭയങ്കര എനിക്കൊണ്ട് പറ്റും എന്നുള്ള സാധനത്തിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നു, ലാബിൽ ചെന്നു. അപ്പൊ എൻ്റെ മാമി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരി വന്നു, ലാബിലെ അസിസ്റ്റൻസ് വന്നു. ഉടനെ ഞാൻ നോക്കുമ്പോൾ അവർ ഈ മറ്റേ വയറുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കെട്ടുന്നേ, ആ വയർ എടുത്തിട്ട് വരുക. അപ്പൊ ഞാൻ വയറൊക്കെ എന്തിനാ എടുക്കുന്നത്, ഇവിടെ കുത്തണമെങ്കിൽ വയറിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് പാനിക്കായി. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യം ഞാനാ കയറി ഇരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ വയർ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ എടുക്കൂലേ, ഇവർ കുഞ്ഞ് സിറിഞ്ചും എടുത്തിട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. ബിക്കോസ് ഞാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിപ്പോ ഇങ്ങനല്ല, ഇങ്ങനാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാനിക് ആകും, എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം അത് ഇങ്ങനാണെന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര സഡൻ ആയിട്ടൊരു ചേഞ്ച് വന്നാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. അപ്പൊ ഞാൻ ആകെ പാനിക്കായി, എനിക്ക് ഭ്രാന്തായി. ഞാൻ പെട്ടെന്ന് ഇതെന്നെ കുത്തണ്ട, എനിക്ക് ഇവിടെ കുത്തി എടുത്താൽ മതി. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ അങ്ങനെ എടുക്കലില്ല, നെഗറ്റീവ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എ പോസിറ്റീവ് ആണ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തോ. അവർ പറഞ്ഞു ഇത് പറ്റില്ല, ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വട്ടായി. ഞാൻ ചാടി ഇരുന്നിട്ട് ഞാൻ ഓടി. ലിറ്ററലി ഞാൻ ഓടി ഗൈസ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിയായിട്ട് ഫീൽ ചെയ്യും, ഇതെന്തിനാ ഇത്ര പേടിക്കുന്നതെന്ന് തോന്നും, പക്ഷെ ഞാൻ ഓടി. എനിക്കറിയാം അന്ന് എനിക്ക് എന്നെ കണ്ടാലും
ഒരു പേടിയുള്ള ആളായിട്ട് തോന്നത്തില്ല. ഈ ഒരു പ്രായത്തിൽ മറ്റേ ലാബിൽ നിന്ന് ഇറങ്ങി ഓടുന്നെന്നൊക്കെ പറഞ്ഞ സെക്യൂരിറ്റി പുള്ളി എന്നെ ഓടിച്ചിട്ട് പിടിച്ചു. ഞാൻ ആ ബെഞ്ചിലിരുന്ന് എൻ്റെ അനിയത്തിനെ വിളിച്ച് ഒരു നാണവും ഇല്ലാണ്ട് കരഞ്ഞ് വീഡിയോ കോൾ ചെയ്യുക. ഇവരെന്നെ കുത്തിയില്ല, കുത്താനായിട്ട് ഇവർ വന്നതിന് ഞാൻ കരയുക. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കി എൻ്റെ പേടിയുടെ ഒരു ലെവല്. അതിന്റെ കൂട്ടത്തിൽ പേടി ഉണ്ടെന്നും പറഞ്ഞ് വന്നില്ലേ, തല ഇറങ്ങി വീഴുന്നു പറഞ്ഞൊരു എൻ്റെ അനിയത്തി, അവൾ ഒരു കൂസലും ഇല്ലാണ്ട് എൻ്റെ ഈ ഇതൊക്കെ കണ്ടിട്ട് അവള് എന്നെ കുത്തിക്കോ, ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് അവള് കുത്തി, അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് കുത്താൻ പറ്റിയില്ല, ഞാൻ കരഞ്ഞു, പിന്നെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല, ഞാൻ തിരിച്ചു പോന്നു. ഒരു 1 വീക്കിൽ എൻ്റെ മാമൻ ആക്ച്വലി വിചാരിച്ചു ഞാൻ മാളുവിനെ കൊണ്ടുപോകാം, ഒരു ലാബിൽ കൊണ്ടുപോകാം, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇങ്ങനെ കുത്തുന്ന ലാബ് ഉണ്ടോ എന്ന് ഞാൻ കുറെ സെർച്ച് ചെയ്യിപ്പിച്ചു എൻ്റെ അനിയനെ കൊണ്ടൊക്കെ. പക്ഷെ അങ്ങനൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ കുത്തിയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എഗെയിൻ എൻ്റെ മാമൻ എന്നെ വൈക്കത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലല്ല, ഒരു ലാബിൽ, എന്തോ ഒരു കാരുണ്യ ക്ലിനിക്കോ ജനസേവന ക്ലിനിക്കോ അങ്ങനെ എന്തോ ഒരു ക്ലിനിക്കായിരുന്നു. അവിടെ 2 ബ്യൂട്ടിഫുൾ നേഴ്സുമാർ. ഞാൻ എപ്പോഴും ഈ നേഴ്സുമാരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിന് ഓർമ്മ വരും, അവള് നേഴ്സാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചെന്നതേ ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം, ഞാൻ ടെസ്റ്റ് എഴുതുന്നില്ല എന്ന് വരെ വെച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ എനിക്ക് ദയവ് ഇത് നിങ്ങൾ എന്നെ വേദനിപ്പിക്കാതെ എനിക്കൊന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് തരണം, എനിക്ക് ഇഞ്ചക്ഷൻ ഫോബിയ ഉണ്ട്, പേടിയാണ് എനിക്കെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടോ ചേച്ചി, അവിടെ ഇരുന്നോണ്ട് എന്നെ ഒരു ചെയറിലിരുത്തി. അപ്പൊ ഞാൻ അവിടെ കുറെ നേരം ഇരുന്നു. അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് ഒന്ന് മാറ്റിയാൽ, അതായത് വേറെ എന്തിലേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാറും. അപ്പൊ ഞാൻ ഹെഡ്ഫോൺ ഭയങ്കര സൗണ്ടിൽ ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചിരിക്കുവാണ്. എന്നിട്ട് ഞാൻ കേൾക്കുന്ന മറ്റേ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി, ആ പാട്ട്, ശിവതാണ്ഡവം, ഇങ്ങനെ പിന്നെ മറ്റേ വിജനതയ, ഈ പാട്ടൊക്കെ കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റിതമിൽ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ പാട്ട്, 1 പാട്ട് 2 പാട്ട് 3 പാട്ട് കഴിയുമ്പോൾ ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇതെന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അവരെന്നെ നോക്കി പിന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, ആ ചെയർ ഒന്ന് എഴുന്നേറ്റ് വേറൊരു ചെയർ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് അവിടെ ഒന്ന് വന്നിരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അവിടെ വന്നിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇപ്പൊ കുത്തുമായിരിക്കും. അപ്പൊ അവരോട് പറഞ്ഞു കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് നീട്ടി വെച്ചു, ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെ നീട്ടി വെച്ചു പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവര് ജസ്റ്റ് എൻ്റെ അടുത്ത് കുറേ നേരം ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇവരെന്നെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല, ഇവരെന്തൊക്കെയോ ആളുകൾ വരുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഇവർ പോകുന്നു, അങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും ആട്ടെ, കൈ ഇങ്ങനെ വെച്ച സ്ഥിതിക്ക് ഇപ്പൊ തന്നെ ഇഞ്ചക്ഷൻ വെക്കുമായിരിക്കും. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഇവർ വന്നിട്ട് ഈ വയറ് ഇങ്ങനെ, വയറെന്നൊക്കെയാണ് അതിന് പറയണമെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു വള്ളി ഉണ്ടല്ലോ, ആ സാധനം അവർ കൊണ്ട് എൻ്റെ കയ്യിൽ എന്തോ അതെൻ്റെ കയ്യിൽ കെട്ടി. അപ്പൊ എൻ്റെ വിചാരം ഇപ്പൊ ഇവരെന്നെ കുത്തും, സോ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെയും എൻ്റെ മൈൻഡിനെ വേറെ ആ പാട്ടിലോട്ട് തന്നെ ശ്രദ്ധിക്കുന്നു. പിന്നെ അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവർ പോയി, ആ കയ്യിൽ കുത്തി വെച്ച് അങ്ങനെ അവരങ്ങ് പോയി. പിന്നെ ഞാൻ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ഇങ്ങനെ തട്ടി, അത് പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ, പൊക്കോ. അപ്പൊ ഞാൻ, നിങ്ങൾ ബ്ലഡ് എടുത്തോ? നോക്കുമ്പോ ഇവിടെ ഇവരിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് റൗണ്ടില് ബാൻഡേജ്. അപ്പൊ ഞാൻ വണ്ടായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇഞ്ചക്ഷൻ എടുത്തത്. ആ വേദന ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിട്ട് വെച്ചിട്ട് ഇഞ്ചക്ഷന്റെ വേദനയല്ല എനിക്ക് പേടി, അവർ അതിന്റെ ഒരു പ്രിക്വേഷൻ ഉണ്ടല്ലോ, അവർ മറ്റേ പഞ്ഞി എടുക്കുന്നു നമ്മുടെ കയ്യിൽ എനിക്കത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഗൂസ് പംസ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഞാൻ ഈ കയ്യിൽ ഞാൻ ഇവരിങ്ങനെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എൻ്റെ മൈൻഡിനെ ഒന്ന് മാറ്റിയാൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞത് വെച്ചിട്ട് കുറച്ച് ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊന്ന്, കാരണം എനിക്ക് ഇങ്ങനെ മാത്രമേ കഥ പറയാൻ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ എൻ്റെ ഈ ഒരു പേടിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങുന്നത്. അതിന് മുൻപ് തന്നെ, അതായത് എനിക്കൊരു ഒരു കൊച്ചിലേ തൊട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കെന്തൊരു സങ്കടം വന്നാൽ, എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ എന്നോട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വർത്താനം പറയും. വർത്താനം പറഞ്ഞു വെച്ചാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഭ്രാന്താന്നുള്ള തോന്നുന്ന രീതിക്ക് ഭയങ്കര ഉറക്കെ സംസാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ അപ്രിഷിയേറ്റ് ചെയ്ത്, എന്നെ വിഷമം, എനിക്ക് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ സാരില്ല പോട്ടെ, ഈ സാധനം എൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ മൈൻഡിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഞാൻ ആ ഒരു സംഗതിയിലാണ് ഞാൻ ചെയ്തു നോക്കുന്നത്. അതിൽ ഞാൻ സക്സസ്ഫുൾ ആയി. ആ ഒരു കുട്ടികളുടെ ഹെൽപ്പും ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ ആ പിള്ളേർ നല്ലപോലെ എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ എന്നാലും എൻ്റെ ഒരു മൈൻഡിന്റെ ഒരു പവറും ആക്ച്വലി അവിടെ വിസിബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ലൈസൻസ് ഒക്കെ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേടി ഞാൻ ഓവർകം ചെയ്തു. ദെൻ രണ്ടാമത്തെ പേടി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമുണ്ട്, കാവാണ്. അപ്പൊ അവിടെ ഞാൻ കൊച്ചിലെ പോയ സമയത്ത് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ദേവി അനുഗ്രഹിച്ച് തുള്ളുക, പിണിയാളുകൾ, അങ്ങനെ കുറെ ടേംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതായത് കുറച്ചിങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേൾക്കാത്ത അറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സർപ്പക്കാവ്, സർപ്പക്കളം, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ആളുകൾ ദൈവം അനുഗ്രഹിച്ച് തുള്ളുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ തുള്ളും.
അപ്പൊ എൻ്റെ അമ്മ അവിടെ എന്തോ തുള്ളുവോ അങ്ങനെ എന്തോ, ഈ തുള്ളുന്ന ആളുകൾ അമ്മേനെ പിടിക്കുകയോ എന്തൊക്കെയോ ചെയ്യും. ഞാൻ ചെറുതല്ലേ, ഞാനിത് ആദ്യമായിട്ട് കാണുവാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് സീറോ അവയർനെസ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഈ സാധനം ഫേസ് ചെയ്തപ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് എന്താണ്, ഇവരെന്തിനാണ് എൻ്റെ അമ്മേനെ കൊണ്ടുപോകുന്നത്, ഇവർ ചൂരലിൽ കറക്കിയെടുത്ത് എൻ്റെ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എൻ്റെ ഒരു വിചാരത്തിൽ ഒരു 5-6 വയസ്സുള്ള എനിക്ക് എൻ്റെ അമ്മേനെ ഒന്നും ചെയ്ത് ഒരു രീതിക്കും എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ആൾക്കാർ ഇവരിങ്ങനെ നോക്കി നിന്നിട്ട് എൻ്റെ അമ്മേനെ അവർ രക്ഷിക്കുന്നില്ല. അപ്പൊ എൻ്റെ ഒരു വിചാരത്തിൽ അമ്മേനെ ഇവരെന്തോ കൊല്ലാൻ കൊണ്ടുപോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എൻ്റെ അനിയത്തി ഞാൻ കരയുന്ന കണ്ടിട്ട്, അത് ചെറുതാണ്, അത് കരയാൻ തുടങ്ങി, അതിനെ ഏതോ കൊച്ചായതുകൊണ്ട് എന്നെക്കാൾ ചെറുതാണല്ലോ, അപ്പൊ അതിനെ എടുത്തോണ്ട് ആരോ പോയി, ഞാൻ മാത്രം ഇത് കണ്ട് കണ്ട് കരയും. എൻ്റെ അമ്മയാണ് അനങ്ങണമില്ല, മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അമ്മയെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ എന്തോ ഒരു മൂർത്തി എന്ന് പറയുന്നത് അത് മിണ്ടൂല്ലാത്തൊരു മൂർത്തി, എനിക്കറിയില്ലല്ലോ. ഞാൻ കാറിപ്പൊളിച്ച് കാറി കൂവി എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മേനെ എല്ലാവരും കൂടെ കൊന്നേന്നുള്ള സെറ്റപ്പിൽ ആ ഒരു പേടി, ഒരു ട്രോമ പോലെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ, ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ സാധനം എനിക്ക് പണ്ട് തൊട്ട് എൻ്റെ മൈൻഡിലുള്ള ഒരു വലിയ പേടിയാണ്. ഇപ്പൊ എൻ്റെ അനിയത്തി സ്കൂട്ടർ ഓടിക്കുക, എനിക്കറിയാം അവൾ വീഴത്തൊന്നുമില്ല, പക്ഷെ അവൾ പഠിക്കുവാന്ന് വെച്ചോ, എനിക്ക് എനിക്ക് ഭ്രാന്താകും. ഇവക്ക് എന്തെങ്കിലും പറ്റുമോ, ഇവളിപ്പോ വീഴുവോ, ഇവള് നോക്കി ഓടിക്കുവോ, ഇവള് പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഇവക്ക് ഇത് നിർത്താൻ പറ്റുമോ, ഇവള് നിർത്തുമ്പോൾ വണ്ടി മറിഞ്ഞ് വീഴുവോ, ഇവളുടെ കാല് മുറിയോ കൈ മുറിയോ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ നോർമൽ അല്ലേ, ഇങ്ങനത്തെ പേടികളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വീഴുവോ, ഇങ്ങനെ വീഴുവോ, അങ്ങനെയല്ല. ഓരോരുത്തർക്കും അതിന്റെ ഇൻ ഡെപ്ത്, അതായത് എത്ര ഉള്ളിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ എത്ര ഉള്ളിലോട്ട് നിങ്ങൾക്ക് ഈ പേടിയുണ്ട്, ഈ ഒരു പ്രശ്നം നിങ്ങളെ എത്രത്തോളം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നമുക്കിത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊക്കെ എന്ത് പേടിയെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പോയി ഒരാളോട് എനിക്ക് പേടിയാന്ന് പറയുന്ന ഒരാളോട് നിങ്ങൾ ഒരിക്കലും ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചുകൂടാ. അങ്ങനെ ചോദിക്കരുത്, കാരണം അത് വലിയ ട്രിഗർ ചെയ്യും അവരെ. ഇപ്പൊ എന്നോട് വന്നിട്ട് ഇതൊക്കെ എന്ത് നിസ്സാര കാര്യം, ഇതെന്തിനാ പേടിക്കുന്നത്, ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഈ ഉറുമ്പ് കടിക്കുന്ന വേദന അല്ല ഹേ പേടി, എനിക്ക് ആ ഒരു പ്രൊസീജിയർ, ആ ഒരു സിറ്റുവേഷനെ എനിക്ക് ഫേസ് ചെയ്യാനാണ് പേടി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഒരുപാട് ആളുകൾ. അപ്പൊ ദയവ് ഇത് നിങ്ങൾ ഒരാൾക്കൊരു കാര്യം പേടിയാന്ന് പറയുമ്പോൾ എന്തിനാ ഈ ചെറിയ കാര്യത്തിന് എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾക്ക് അത് ചെറിയ കാര്യമാണ്, പക്ഷെ ഒരിക്കലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ പകച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അതൊരു ചെറിയ കാര്യമല്ല. സോ നിങ്ങൾ അതിനെ അങ്ങനെ കാണരുത്. അപ്പൊ എൻ്റെ ഈ പേടികളെല്ലാം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഈ പേടികളെല്ലാം വെച്ചിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ ഇതെല്ലാം പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ വന്ന് കുറെ ബുക്കുകൾ വായിച്ചു, അത് കുറെ സ്പീച്ചസ് ഞാൻ കേട്ടു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ ഒന്നും അറിയില്ലാത്ത ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. പണ്ട് എപ്പോഴോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അത് വെറുതെ ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഈ ആളുകൾ പറയുന്ന പോലെ ഇനി ഇന്ന് ചെയ്യൂ, എന്താ പറയുന്ന ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ അറിയത്തുമില്ല, എനിക്ക് ഇഷ്ടവുമല്ല. അപ്പൊ ഞാൻ സ്വയമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ഞാൻ ആദ്യം പഠിച്ചു. ആദ്യമൊന്നും പറ്റത്തില്ല കേട്ടാ, നമുക്ക് ഭ്രാന്താവും, നമ്മൾ ഈ ചുറ്റുമുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ വളരെ ശാന്തമായിട്ട് ഞാൻ ഇരുന്നിരുന്ന് ഇങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കുറേ നാളുകൾ ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ, എനിക്കൊരു ടൈമുണ്ട്, ഞാൻ ചിലപ്പോൾ രാവിലെ എണീക്കും, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ബെഡിലിരുന്ന് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, അരമണിക്കൂർ, 20 മിനിറ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇതിന് എങ്ങനെ പറ്റും എന്ന് എനിക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് എൻ്റെ ഡീപ്പ് കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് വട്ടാണെന്ന് തോന്നാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോണേ. അതായത് എനിക്ക് ഒരു പോയിന്റിൽ മനസ്സിലായി, ഒന്നുമല്ല. എനിക്ക് ഈ പേടിയോ അല്ലെങ്കിൽ ഈ സന്തോഷമോ സങ്കടമോ ഈ പറയുന്ന ഒന്നുമില്ല എന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടി. എനിക്ക് വന്നൊരു ഫീൽ ആ സമയത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഞാനൊന്നുമല്ലേ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമാണോ എന്താ മനസ്സിലാവാത്തൊരു വളരെ വളരെ വേറിട്ട, ഇത്രയും നാൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായി ഏതോ ഒരു മെഡിറ്റേഷൻ്റെ ഏതോ ഒരു സമയത്ത്. അപ്പൊ തൊട്ട് ഞാൻ റിയലൈസ് ആയി, ഒന്നുമില്ല എന്നുള്ള സാധനം കിട്ടി. നമ്മുടെ ഉള്ളിലാണ് നമ്മൾ തേടുന്ന എന്തൊക്കെയോ സാധനം ഉള്ളതെന്ന് എനിക്ക് കിട്ടി. എൻ്റെ പേടികളെ നേരിടാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ എത്തിച്ചേർന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ ക്ലാരിറ്റി ഞാൻ തരാം.
അതായത് സ്പിരിച്വാലിറ്റി, എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സമാധാനമാണ്. ഓരോരുത്തരുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. അവരുടെ വളരെ പേഴ്സണൽ, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവനവൻ്റെ സ്പിരിച്വാലിറ്റി. പല രീതിയിലുണ്ട് സ്പിരിച്വാലിറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഭക്തി മാർഗം ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദൈവത്തെ പൂജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ബിലീവ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു സ്പിരിച്വാലിറ്റിയിൽ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ വരുന്ന ആളുകളുണ്ട്. നല്ലപോലെ പ്രാർത്ഥനകൾ ചെയ്ത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് സ്പിരിച്വാലിറ്റിയെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എന്നെ പോലെ ഫിലോസഫിക്കലുമാണ്, അതുപോലെ മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ ധ്യാനം അങ്ങനത്തെ സംഗതികളെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഞാൻ യോഗ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ആക്ച്വലി ധ്യാനം വെറുതെ മെഡിറ്റേറ്റ് ചെയ്യും. എനിക്ക് വെറുതെ ഇരുന്നാലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കഴിവുണ്ട്. റിലാക്സ് ചെയ്യാൻ പറ്റും എനിക്ക്. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എന്തിൻ്റെയൊക്കെയോ എവിടേക്കോ എന്തിലൊക്കെയോ നിന്ന് എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം കണ്ടുപിടിച്ച കുറച്ച് മാർഗങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വളരെ ചെറുതിലേ തൊട്ട് എൻ്റെ ഒരു ബേസിക് നേച്ചറാണ്, എനിക്ക് സംശയമുള്ള ഒരു കാര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, ഇതിനിങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ മടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അമ്മ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, അനിയത്തിയും അമൽകുട്ടനും ഒക്കെ പറയാൻ തുടങ്ങി മാളുവിന് ഭ്രാന്താന്ന് തോന്നുന്നത്. അതായത് എൻ്റെ ഒരു ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റക്കായി. അതായത് ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് മനസ്സിലായി കൃഷ്ണനൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ മൂർത്തി അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഒന്നാണ്. അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും നിങ്ങളും നീയും ഞാനും എല്ലാം ഒന്നാണെന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അനിയത്തി അമലൂട്ടനൊക്കെ എനിക്ക് വട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പോയിന്റിൽ അങ്ങ് സ്റ്റക്കായി. ഞാൻ ശരിക്കും വിചാരിച്ചു എനിക്ക് ഭ്രാന്തായിരിക്കുമെന്ന്. കാരണം നമുക്കങ്ങ് തോന്നുമല്ലോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് എൻ്റെ ചിന്തകളിലൊക്കെ തന്നെ. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മുടെ ലെന ചേച്ചി വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെർച്ച് എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് ആദ്യമേ കണ്ടു. കാരണം എനിക്ക് ആദ്യമേ ഫീഡ് വന്നു. കാരണം എൻ്റെ സെർച്ചിൽ കംപ്ലീറ്റ് ഇതാണ്. അപ്പൊ എനിക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവമേ, അപ്പൊ എനിക്ക് വട്ടല്ലല്ലേ, എനിക്ക് ആ സാധനം കിട്ടി പെട്ടെന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇന്നും ഞാൻ ലെന ചേച്ചിയുടെ എല്ലാ ഇന്റർവ്യൂസും ഇരുന്ന് കാണും. ഐ നോ ദാറ്റ് ഞാൻ ഈ ചുമ്മാ ഇന്റർവ്യൂസ് കണ്ട് ഒന്നെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. ഇത് രണ്ടും നോക്കിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂസ് കൂടുതൽ കാണാറുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്റർവ്യൂസും ഞാൻ എല്ലാം കാണും പുള്ളിക്കാരിയുടെ. ബിക്കോസ് എനിക്കറിയാം പുള്ളിക്കാരി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് പറയും. എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നും എനിക്ക് പറയാം. അവർക്കൊക്കെ യൂസ് ആകും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെയാണ് എന്ന് പറയാനെങ്കിലും ഒരാൾ വേണമല്ലോ. അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് ലെന ചേച്ചി. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രോളുകൾ വന്നല്ലോ ലെന ചേച്ചി മറ്റേ. അപ്പോൾ ഈ ലെന ചേച്ചി വരുന്നതിന് മുൻപ് എൻ്റെ അനിയനൊക്കെ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞെങ്കിൽ ലെന ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മാളു ഇപ്പൊ ലെനയാണ്, മാളൂലെ ലെന എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കും. പക്ഷെ എനിക്കറിയാം നമ്മൾ ഓരോ ആളുകളും നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് ഇപ്പൊ അമ്പലത്തിൽ ദൈവം ഉണ്ടെന്നും പള്ളിയിൽ ഇങ്ങനെ ഈ പറഞ്ഞ ദൈവം ഉണ്ടെന്നും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും തെറ്റല്ല, അവനവന്റെ രീതിയാണ്, ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. അതിന് നമുക്ക് ഒരിക്കലും പോയിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതും സെയിം തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു പുഴ സങ്കല്പിക്കുക. ഒരു പുഴയിൽ അക്കരെ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് പല മാർഗങ്ങളുണ്ടെന്ന് വിചാരിക്കാം. വേണമെങ്കിൽ നമുക്കൊരു തോണി യൂസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകാം, പാലം യൂസ് ചെയ്ത് പോവാം, നീന്തി പോകാൻ അറിയാവുന്നവരാണെങ്കിൽ നീന്തി പോകാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അക്കരെ എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാലം യൂസ് ചെയ്യാം. ഇപ്പൊ ഈ പാലത്തിന് നമുക്കൊരു റിലീജിയനിലെയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിന്റെയോ ഒരു കമ്മ്യൂണിറ്റിനെയോ ബേസ് ചെയ്തിട്ട് അങ്ങനെ പറയാം. അതായത് ഓൾറെഡി ഒരാൾ പറഞ്ഞു വെച്ചിരിക്കുന്ന, അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയൊന്നുമില്ല, പക്ഷെ നമ്മൾ വിശ്വസിച്ച് ഓക്കെ ഇതാണ് സത്യം എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ട്രൂലി ബിലീവ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പാലം അവരന്ന് സങ്കല്പിച്ച് ഇങ്ങനെ ആ പാലത്തെ കൂടെ കയറി നമ്മൾ ഇപ്പുറത്തെത്തുന്നു. ഇനി അങ്ങനെയല്ല, എനിക്ക് സ്വയം കണ്ടുപിടിക്കണം, ആ ഒരു വിചാരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തിയാടി നമ്മൾ നീന്തി പോകാൻ തീരുമാനിച്ചു. റിസ്ക് ആണ്, അക്കരെ എത്തണം എന്നുള്ളത് നമുക്കറിയാം. മറ്റേത് കുറച്ചുകൂടെ സേഫ് ആണ്, പാലം ഓൾറെഡി ഉണ്ട്, നമുക്ക് നടന്നു പോയാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നീന്തി പോകാൻ തീരുമാനിച്ച ഒരാളാണ്. എനിക്ക് അക്കരെ എത്തണം, പക്ഷെ ഈ ഒരു വഴിയും ഈ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വഴികളൊന്നും യൂസ് ചെയ്യാതെ
നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു കാര്യം അതായത് എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് ഓക്കെ എന്ന് മനസ്സിലാക്കി പോകാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഈ രീതിയിലുള്ള എൻ്റെ തോട്ട്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കൂടി ചാൻസ് കുറവാണ്. എനിക്കറിയത്തില്ല ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പോലും എനിക്കിപ്പോൾ ഐഡിയ ഇല്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി ഒരിക്കലും ഒരാളെയും പറഞ്ഞ് മനസ്സിലാക്കൽ പോസിബിൾ അല്ല. ബിക്കോസ് എൻ്റെ സ്പിരിച്വാലിറ്റിയും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു ദൈവവിശ്വാസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ വ്യത്യസ്തമായിരിക്കും. എൻ്റേതും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ നിങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് പറയാതെ ഓക്കെ ഇതും ഉണ്ടല്ലേ എന്ന് ജസ്റ്റ് കേട്ടിരുന്നിട്ട് കൊള്ളാം നല്ല രീതിയിലിരിക്കും. അങ്ങനെ ആ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാത്തിനെയും ജഡ്ജ് ചെയ്യാതെ എല്ലാവരെയും നിങ്ങൾ ചെയ്ത തെറ്റാ അതല്ല ഇതാണ് ശരി, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ശരിയാണ് അവരുടെ രീതിയിൽ നോക്കുമ്പോൾ. മനസ്സിലായോ? ദ പോയിന്റ് ഇസ് നമ്മൾ നിൽക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ അവരെ നോക്കുമ്പോഴാണ് പ്രശ്നം. അവിടെ പോയി നിന്ന് അവരുടെ രീതിയിൽ നോക്കിയാൽ ശരിയാണല്ലോ ഇതും ശരിയാണെന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? അതുപോലെ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുകയും നമ്മൾ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുകയും വളരെ സമാധാനത്തിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വളരെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സംഗതിയാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് ഇങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മൾ വളരെ 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 ചെറിയ ഒരു നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പേന എടുത്ത് നമ്മളൊരു ഡോട്ട് ഇട്ടാൽ ആ വെറും ഒരു ഡോട്ട് മാത്രമാണ് നമ്മൾ. മനസ്സിലായോ? അതായത് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇത്ര സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന് മോങ്ങാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഒന്നുമില്ല, ഒന്നും എക്സിസ്റ്റ് ചെയ്യത്തില്ല. എല്ലാ സാധനങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, എല്ലാം പോകും. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നം പോലെ മാത്രമുള്ള ഒരു സെക്കൻഡിൽ നിൽക്കുന്ന ഒരു സംഗതി മാത്രമാണ് നമ്മുടെ ലൈഫ്. പക്ഷെ അത് നമുക്കിങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് വരുന്ന എല്ലാ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാത്തിനെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാതെ അതിൽ ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് പേടിയായാൽ ആ പേടിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാതെ ആ പേടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനല്ല നോക്കണ്ടേ. സന്തോഷം വന്നാൽ അതിന് നിങ്ങൾ ഇത്ര സന്തോഷിച്ചൂടാ, ഇനി സന്തോഷിച്ചാൽ ഉടനെ തന്നെ കരയേണ്ടി വരും, അങ്ങനെയല്ല. ആ സന്തോഷത്തിന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ അതിനെ ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് ഇപ്പം സന്തോഷിക്കാൻ പറ്റി, താങ്ക് യു സോ മച്ച് എന്ന് പറയാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു സാധനം നിങ്ങൾക്ക് എപ്പോഴും വേണം. ഏതെങ്കിലും ഒരു ഭയങ്കര പ്രശ്നത്തിൽ നമ്മൾ പെട്ടു, അയ്യോ എനിക്കിതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്യാൻ പോവാം, ഉടനെ പോയി സൂയിസൈഡ് ചെയ്യുകയല്ല വേണ്ടേ. സമാധാനമായിട്ട് റെസ്റ്റിലിരുന്ന് റിലാക്സ് ചെയ്ത് ആലോചിക്കുക, എന്ത് ചെയ്യാം, എന്തായാലും പെട്ടു, ഇനി കൂടുതൽ പെടാനൊന്നും വയ്യ, ഊരി എങ്ങനെയും വരണം, അതിനുള്ള വഴി നോക്കുക എന്ന് സ്വയം പറഞ്ഞാൽ ഈസി ആയിട്ട് വഴി നിങ്ങൾക്ക് മുന്നിൽ വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് പറയണം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ പറയുവാണ്. നത്തിങ്, ഒന്നുമില്ല, എവ്രിതിങ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നാണ് പറയുക. ഇപ്പോൾ ഒരുപാട് ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ, യെസ് മാനിഫെസ്റ്റേഷൻ ഈസ് ദെയർ. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ ഒരു വിശ്വാസത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഗതി സത്യത്തിൽ ഇപ്പോൾ ഒരു സിനിമ, നമ്മളെ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സിനിമയിൽ ഒരു ഭാഗം ഒന്ന് അഭിനയിക്കണം. അപ്പം നമ്മൾ ചെല്ലുന്നു, നമുക്ക് കിട്ടിയ ഒരു സീൻ, 2 സീൻ നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ പോരുന്നു. പക്ഷെ നമുക്കറിയത്തില്ല ആ ഒരു ഫുൾ സിനിമ എന്താണെന്നോ നമ്മുടെ റോൾ അതിൽ എന്താണെന്നോ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പോയി നമ്മുടെ സീൻ നമ്മളോട് പറഞ്ഞു, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കിട്ടി, നമ്മൾ അഭിനയിച്ചു, തിരിച്ചു പോന്നു. ഈ മൂവി റിലീസ് ആകുമ്പോഴാണ് ഓക്കെ ഞാൻ ഇതാണ് അഭിനയിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്തതെന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. അതായത് ഓൾറെഡി ഇതൊരു സ്ക്രിപ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത് ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ബട്ട് നമുക്കൊരു ഐഡിയ ഇല്ല അടുത്ത സീനിൽ എന്ത് നടക്കുമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്ക്രിപ്റ്റ് ഉള്ള ഒരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുവാണ്. ഓൾറെഡി സാധനം അവിടെ എഴുതി വെച്ചിരിക്കുക. കിട്ടിയോ? അതായത് ഓൾറെഡി ഉള്ളൊരു സാധനം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രസന്റിൽ നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുവാണ്. അപ്പം സത്യത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണോ അതോ
ഓൾറെഡി നടക്കാൻ പോകുന്ന ഒരു സാധനം നമ്മളെ അതിലേക്ക് കൊണ്ടുവരുവാണോ? മനസ്സിലായോ? അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം സത്യത്തിൽ നമ്മൾ എന്താകണം എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ എന്താണോ അതുണ്ട്, അവിടെ ഉണ്ട്, പക്ഷെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോവല്ല. ഓൾറെഡി എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ അതിലേക്ക് നമ്മളെ ഒന്ന് പാകപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും അതിൽ പറയാനില്ല. ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ എന്താണ് ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചെങ്കിലും ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിച്ചത്. എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ചു, എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പകുതിയും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നപ്പോൾ മറ്റെന്തൊക്കെയോ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. മൈ സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും വാ തോരാതെ ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒരു 30 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റി. പക്ഷെ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവൂ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. എനിവേയ്സ്, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച്, ഇന്നത്തെ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. ദെൻ നിങ്ങൾക്ക് ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.